പൊന്നാനിയിൽ H1N1 മരണവും 3 മലമ്പനി കേസുകളും റിപ്പോർട്ട് ചെയ്തിട്ടും കണ്ണു തുറക്കാതെ അധികൃതർ. രോഗബാധിത മേഖലയിലെ രൂക്ഷമായ വെള്ളക്കെട്ടും മാലിന്യങ്ങളും കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് നാട്ടുകാർ. മലമ്പനി സ്ഥിരീകരിച്ച പൊന്നാനി കുറ്റിക്കാട് മേഖലയിൽ മലിനജലം കെട്ടിക്കിടക്കുന്നതാണ് രോഗഭീതി ഉയർത്തുന്നത്. മുബഷീർ പി അക്ബർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. മലപ്പുറം ജില്ലയിൽ മലമ്പനി സ്ഥിരീകരിച്ച മേഖലയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. പൊന്നാനി നഗരസഭയിലെ കുറ്റിക്കാട് ഭാഗത്തായിരുന്നു 2 പേർക്ക് മലമ്പനി സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഈ ഒരു മേഖലയിൽ ആ നിലയിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നുള്ളതാണ് അധികൃതർ പറയുന്നത്. എന്നാൽ ഈ ഒരു മേഖലയിലെത്തി നമ്മൾ പരിശോധന നടത്തിയ സമയത്ത് അത്രത്തോളം ശോചനീയമാണ് ഈ ഒരു മേഖലയിലെ അവസ്ഥ എന്നുള്ളതാണ്. ഏകദേശം 50-ലധികം കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു മേഖലയാണ്. വെള്ളക്കെട്ട് ഇവിടെ നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ കൊതുക് ഉൾപ്പെടെയുള്ള പ്രാണികൾ അതിലുണ്ട്. മലിനജലം തങ്ങിക്കിടക്കുന്ന സാഹചര്യമുണ്ടെന്നാണ് ഇവിടെയുള്ള നാട്ടുകാരൊക്കെ തന്നെ നമ്മളോട് പറയുന്നത്. ഇവിടെ നിർമ്മിച്ച ഒരു റോഡ്, ആ റോഡിനോട് ചുറ്റും വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. മഴ പെയ്താൽ വീട്ടിലേക്ക് വെള്ളം കയറുന്ന സാഹചര്യം. ഈ ഒരു വെള്ളക്കെട്ടിൽ നിന്നും വെള്ളം ഒഴുക്കി വിടാത്തത് കൊണ്ട് വലിയ ആശങ്ക ഇവിടെയുള്ള ജനങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് അവർ വ്യക്തമാക്കുന്നത്. ഇവിടെ നമുക്ക് കാണാം വലിയ രീതിയിൽ മലിനജലം തളം കെട്ടി കിടക്കുന്ന അവസ്ഥ. ഇതുമായി ബന്ധപ്പെട്ട് തുടർച്ചയായി പരാതി നൽകിയിട്ടും നടപടി സ്വീകരിക്കുന്നില്ലെന്ന ഗുരുതരമായ ആരോപണം ഇവിടെയുള്ള നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. ഈ വെള്ളക്കെട്ട് കാരണം ഞങ്ങൾക്ക് ഭയങ്കര പേടിയാണ്. ചെറിയ മക്കളുള്ള കാരണം ഭയങ്കര പേടിയാണ്. ഈ റോഡാണ് പ്രശ്നം. കാണ കീറിയിട്ട് അതിൻ്റെ അടിയിൽ കൂടെ മേലെ സ്ലാബ് ഇട്ടിട്ട് അടിയിൽ കൂടെ വെള്ളം പോകാൻ പറഞ്ഞപ്പോൾ ഇവിടെ ഉള്ളവർ 2 വീട്ടുകാർ അവിടെ സമ്മതിച്ചില്ല. ഞങ്ങൾ ഈ വീട്ടുകാർ മാത്രമാണ് ഇപ്പോൾ ഇതിന് അന്ന് പ്രതിഷേധിച്ചത്. ഇത് ഇവിടെ നിന്നും ഒന്ന് ഒഴിവാക്കി തരാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് തുടർച്ചയായി ഇവിടെയുള്ള നാട്ടുകാർ നഗരസഭയോടും അതുമായി ബന്ധപ്പെട്ട അധികൃതരോടൊക്കെ തന്നെ പറഞ്ഞിട്ടും ഒരു നടപടി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. എന്താണ് ഈ വിഷയം? ഏകദേശം 2 വർഷത്തോളമായി ഇവിടെ നേരിടുന്ന ഒരു പ്രശ്നമാണ്. അതിനിടയിൽ മലമ്പനി ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികളും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ റോഡ് വന്നതിന് ശേഷം ഇവിടുത്തെ ജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടായി വീട്ടിനകത്തേക്ക് വെള്ളം കയറൽ തുടങ്ങി. അതിന് 2021 ഒക്ടോബർ മാസത്തിൽ തന്നെ അത് പത്രത്തിൽ ന്യൂസായിട്ട് വരികയും ജില്ലാ കലക്ടർക്കും പൊന്നാനി നഗരസഭയ്ക്കും പരാതി നൽകുകയും നാട്ടുകാർ ചെയ്തതാണ്. അതിനെ തുടർന്ന് പൊന്നാനി നഗരസഭയിലെ ആരോഗ്യ വിഭാഗം വന്ന് പരിശോധന നടത്തി. യാതൊരു നടപടിയും ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യം ഇവിടെ കെട്ടിനിൽക്കുന്ന വെള്ളം പഴയതുപോലെ തന്നെ ഭാരതപ്പുഴയിലേക്ക് ഒഴുക്കിവിടാനുള്ള സംവിധാനം പൊന്നാനി നഗരസഭ ചെയ്യണം. വ്യക്തിപരമായി പരാതി നൽകി വീട്ടിൻ്റെ അകത്തേക്ക് വരെ വെള്ളം കയറേണ്ട അവസ്ഥ വന്നിട്ട് പല ആളുകളും മണ്ണിട്ട് പൊന്തിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ചുറ്റുഭാഗത്ത് കെട്ടിനിൽക്കുന്ന വെള്ളത്തിൽ മുഴുവൻ കൊതുക് വളർത്തൽ കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. പൊന്നാനി നഗരസഭ കലക്ടറേറ്റിൽ നിന്ന് കടലാസ് വന്നു. എന്നിട്ടും പൊന്നാനി നഗരസഭ വന്ന് പരിശോധിച്ച് പോയി എന്നല്ലാതെ ഇവിടുത്തെ വെള്ളക്കെട്ട് ഒഴിവാക്കാനുള്ള നടപടി 2021 ശേഷം ചെയ്തിട്ടില്ല. ബാത്റൂമിൻ്റെ കാര്യമായാലും എല്ലാ കാര്യത്തിലായാലും ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടിലാണ്. നീക്കം ചെയ്യാനുള്ള നടപടി സ്വീകരിക്കാൻ വേണ്ടിയിട്ട് മുനിസിപ്പാലിറ്റിക്ക് ഞങ്ങൾ പരാതി കൊടുത്തതാണ്, കലക്ടർക്ക് പരാതി കൊടുത്താണ്. പക്ഷേ അതിനൊന്നും ഒരു റിപ്ലൈ വന്നില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയൊരു സങ്കടം. ഇല്ല വന്നിരുന്ന് ചെക്ക് ചെയ്ത് അവർ മരുന്നൊക്കെ അടിച്ചു പോയി. എല്ലാ മുറിയിലും വീട്ടിലെല്ലാ മുറിയിലും മരുന്നൊക്കെ അടിച്ച് മര്യാദക്ക് നല്ല രണ്ട് മഴ പെയ്താൽ വെള്ളം ഉമ്മർത്തൊക്കെ ഫുള്ള് വെള്ളമായി. പരിഹാരം തന്നെയാണ് നാട്ടുകാർ ഒരുപോലെ ആവശ്യപ്പെടുന്നത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് മലമ്പനി പോലെയുള്ള ഗുരുതരമായ രോഗങ്ങൾ ഈ ഒരു മേഖലയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പൊന്നാനിയിൽ തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം H1N1 ബാധിച്ചൊരു സ്ത്രീയുടെ മരണം റിപ്പോർട്ട് ചെയ്തത്. ആ നിലയിൽ ഗുരുതരമായ രോഗങ്ങൾ ഉൾപ്പെടെ ഒരു മേഖലയിൽ റിപ്പോർട്ട് ചെയ്തിട്ടും ഇത്തരത്തിൽ വെള്ളക്കെട്ട് ഈ രോഗബാധിത മേഖലയിൽ നിലനിൽക്കുന്നത് ഇവിടെയുള്ള നാട്ടുകാരെ സംബന്ധിച്ച് വലിയ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. കുട്ടികളെയൊക്കെ തന്നെ പുറത്തിറക്കാൻ പറ്റാത്ത അവസ്ഥ. രോഗം ബാധിക്കുമോ എന്ന ആശങ്കയിലാണ് ഇവിടെയുള്ള നാട്ടുകാർ ഓരോ നിമിഷവും കൂടുന്നത്. അടിയന്തരമായ ഒരു ഇടപെടൽ അധികൃതരുടെ ഭാഗത്ത് പൊന്നാനി നഗരസഭ, ആരോഗ്യ വിഭാഗം, മലപ്പുറം ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗം ഉൾപ്പെടെ ഉണ്ടാകണമെന്നുള്ളതാണ് ഇവിടെയുള്ള നാട്ടുകാർ ഒരുപോലെ ആവശ്യപ്പെടുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് വിജിത്തൂർ കടവിനൊപ്പം റിപ്പോർട്ടർ മുബഷീർ പി അക്ബർ, ഇൻ റിപ്പോർട്ടർ, പൊന്നാനി.